നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത്, ഗതാഗത മേഖലയിലെ പുരോഗതി. SCRT ബേസ്ഡ് റിവിഷൻ ആണെങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്നും അധികം കോണ്ടന്റ് SCRTയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫാക്ട് ഫയലിൽ നിന്നും മറ്റ് റിസോഴ്സസിൽ നിന്നും ഒക്കെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തിട്ട് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇതിനു മുമ്പ് നമ്മൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനലിൽ. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കയറി ചാനൽ ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ്സസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. SCRTയിലെ ഈ ഒരു ചാപ്റ്റർ, ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ റെഫർ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ LDC ലെവലിലേക്ക് നമ്മൾ റെഫർ ചെയ്യുന്ന ഫാക്ട് ഫയലിൽ നിന്നുള്ള ഇൻഫർമേഷൻസും നമ്മളിതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഗതാഗത മാർഗ്ഗങ്ങൾ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാന ഗതാഗത മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? കരഗതാഗതത്തിൽ റോഡ്, റെയിൽ വരുന്നുണ്ട്. പിന്നെ ജലഗതാഗതത്തിൽ ഉൾനാടൻ ഗതാഗതം, അതായത് ഇൻലാൻഡ് വാട്ടർവേസ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് കേരളത്തിൽ. പിന്നെ കടൽ, സമുദ്ര ഗതാഗതം. ഇനി വ്യോമഗതാഗതം വരുന്നുണ്ട്. ദേശീയ വ്യോമഗതാഗതം, അന്തർദേശീയ വ്യോമഗതാഗതം. ഇനി മക്കാദം റോഡുകൾ, ഇത് അങ്ങനെ അധികം ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതായത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിലൊക്കെ കാണുന്ന റോഡുകൾ ഉണ്ടല്ലോ, കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകൾ, ഇതിനെയാണ് മക്കാദം റോഡുകൾ എന്ന് പറയുന്നത്. 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക്കാദം ആണ് ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായിട്ട് മക്കാദം റോഡുകൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ ഇത് ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ റോഡ് ഗതാഗതം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇന്ത്യയിലെ കാര്യം വരുമ്പം ദേശീയപാതകളുണ്ട് നമുക്കല്ലേ, ദേശീയപാതകൾ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റോഡ് ശൃംഖലയുള്ള രാജ്യമാണ് ഇന്ത്യ. അതുപോലെ ദേശീയപാതകൾ എന്ന് പറയുമ്പോൾ എന്താണ്? സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ദേശീയപാതകൾ എന്ന് പറയുന്നത്. ദേശീയപാതകളുടെ നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ എന്നിവയുടെ മേൽനോട്ടം വഹിക്കുന്ന ഏജൻസിയാണ് NHAI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. NHAI ഇത് ഓർത്തിരിക്കുക, മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഇനി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഏത്? അപ്പം NHAI ആക്ട് അത് പാസ്സാക്കിയ വർഷം 1988 ആണ് കേട്ടോ. ഇനി ഗ്രാൻഡ് ട്രങ്ക് റോഡ്, GT റോഡ് എന്ന് അറിയപ്പെടും. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാതയായിട്ട് അറിയപ്പെടുന്നത് ഈ GT റോഡാണ്. തുടക്കത്തിൽ സഡക് ഇ അസം എന്നറിയപ്പെട്ടിരുന്ന ഈ പാത 16-ാം നൂറ്റാണ്ടിൽ ഷേർഷാ സൂരിയാണ് നിർമ്മിച്ചത്. അപ്പൊ വളരെ പഴയ കാലത്തെ ഒരു റോഡാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ലോങ് വാക്ക് എന്നും ഈ പാത അറിയപ്പെട്ടിരുന്നു. അപ്പൊ ഇത് എവിടം മുതൽ എവിടം വരെയാണ്? ചിറ്റഗോങ് മുതൽ, ബംഗ്ലാദേശിലെ ചിറ്റഗോങ് മുതൽ അഫ്ഗാനിസ്ഥാനിലെ കബൂള് വരെയാണ് ഇത് നീണ്ടു കിടക്കുന്നത് അല്ലെ. ചിറ്റഗോങ് മുതൽ കബൂള് വരെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44, ശ്രീനഗർ ടു കന്യാകുമാരി വരെയുള്ളത്. NH44ന്റെ പഴയ പേര് NH7 ആയിരുന്നു കേട്ടോ. ഇപ്പം നിലവിലെ NH7 പഞ്ചാബിലെ ഫസിൽക്ക മുതൽ ഉത്തരാഖണ്ഡിലെ മാന വരെയുള്ള റോഡാണ്. നിലവിലെ NH7 ഫസിൽക്ക ടു മാന ഉള്ളതാണ്. മുമ്പ് NH44ന്റെ പേരായിരുന്നു NH7. അപ്പൊ ഇപ്പം നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ്? NH966B ആണ് കേട്ടോ. അതെവിടെയാണ്? കേരളത്തിലാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത കേരളത്തിലാണുള്ളത്, NH966B. അത് വെല്ലിംഗ്ടൺ ദ്വീപിനെയും കുണ്ടന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അതിന്റെ പഴയ പേര് NH47A എന്നായിരുന്നു. ഇനി ദേശീയപാത ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 18,462 കിലോമീറ്റർ ആണ് ദൈർഘ്യം. ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഗോവയാണ്, 299 കിലോമീറ്റർ ആണ്. ഇനി ദേശീയപാത ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് യൂണിയൻ ടെറിട്ടറിയിലാണ്? ജമ്മു ആൻഡ് കശ്മീരിലാണ്. 1935 കിലോമീറ്റർ ദൈർഘ്യമാണ് അവിടെ ഉള്ളത്. ഇനി ഏറ്റവും കുറവ് ദേശീയപാത ദൈർഘ്യമുള്ള കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡിൽ 15 കിലോമീറ്റർ ആണുള്ളത്. ഇനി ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ് കേട്ടോ. മറ്റൊരു ദേശീയപാതയുമായും ബന്ധമില്ലാത്ത ദേശീയപാത NH4, ആൻഡമാൻ ആൻഡ് നിക്കോബാറിലുള്ളത്. ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അത് മറ്റൊരു ദേശീയപാതയുമായിട്ട് ബന്ധമില്ലാത്ത ദേശീയപാത NH4 ആണ്. ഇനി 2009 ഓഗസ്റ്റിൽ നിയമിച്ച BK ചതുർവേദി കമ്മിറ്റി ദേശീയപാത വികസന പദ്ധതി NHDP കുറിച്ച് പഠനം നടത്തി. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഓർത്തിരിക്കുക. 2009 BK ചതുർവേദി കമ്മിറ്റിയാണ് NHDP കുറിച്ച് പഠനം നടത്തിയത്. ഇനി ഇന്ത്യയിലെ 2 പ്രധാന ഹൈവേകൾ, ഇത് പലപ്പോഴും ചോദ്യം വന്നിട്ടുള്ളതാണ്. ഈ സുവർണ ചതുഷ്കോണം, ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ. അപ്പൊ അത് ഏത് പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നതെന്ന് പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പം സുവർണ ചതുഷ്കോണം പദ്ധതിക്ക് തുടക്കം കുറിക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ AB വാജ്പേയി ആയിരുന്നു.
ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണിത്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ ഈ 4 സ്ഥലങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നു പോകുന്നു. അപ്പോൾ ഗോൾഡൻ ക്വാഡ്രിലേറ്ററിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വന്നിട്ടുള്ളതാണ്, പഠിച്ചിരിക്കുക. ഇനി വേറെ ഒരെണ്ണമാണ് നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ പറയുന്നത്. അപ്പം വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും കണ്ടില്ലേ 2 റോഡുകൾ. അപ്പൊ ഈ 2 ഇടനാഴികളും അല്ലെങ്കിൽ ഈ 2 കോറിഡോർസും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ഥലം അതെവിടെയാണ്? ഝാൻസിയിലാണ്. ഈ 2 ഇടനാഴികളും കൂടിച്ചേരുന്ന സ്ഥലം ഝാൻസിയാണ്, ഉത്തർപ്രദേശ്. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്ദറുമായും ബന്ധിപ്പിക്കുന്നു. ഈ സ്ഥലങ്ങൾ ഓർത്തിരിക്കുക, ശ്രീനഗർ ടു കന്യാകുമാരി, അതുപോലെ സിൽച്ചാർ ടു പോർബന്ദർ. ഇനി BRO, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തി പ്രദേശങ്ങളിലെ റോഡുകൾ, പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഏജൻസിയാണ് ഏത്? ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. അത് സ്ഥാപിതമായത് 1960 മെയ് 7-നാണ്. ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് സാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ് കേട്ടോ. റോഡ് ഡെൻസിറ്റി, ഏറ്റവും കൂടുതൽ റോഡ് ഡെൻസിറ്റി ഉള്ളത് കേരളത്തിലാണ്. 5268 കിലോമീറ്റർ ആണ് 1000 സ്ക്വയർ കിലോമീറ്ററിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ അത്രയും കിലോമീറ്റർ ഓഫ് റോഡ് നെറ്റ്വർക്ക് ആണ് 1000 സ്ക്വയർ കിലോമീറ്ററിന്റെ ഉള്ളിലുള്ളതെന്ന് ഓർത്തിരിക്കുക. അത് ചോദിക്കാൻ സാധ്യതയില്ല, മേ ബി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം, പക്ഷെ ഇത് ഓർത്തിരിക്കുക, ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത്, റോഡ് സാന്ദ്രതയുള്ളത് കേരളമാണെന്ന് ഓർത്തിരിക്കുക. പക്ഷെ ഇത് ജസ്റ്റ് ഫെമിലിയറൈസ് ചെയ്ത് വെക്കുക കേട്ടോ ഈ ഒരു സംഖ്യകളൊക്കെ. ഇനി കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം എത്രയാണ്? 11 ദേശീയപാതകളാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്. ആകെ മൊത്തം 1858 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്ന ജില്ല ഏതാണ്? എറണാകുളമാണ് കേട്ടോ. ഇനി ദേശീയപാത ഏറ്റവും കുറവുള്ള ജില്ല വയനാടാണ്. ഇനി സംസ്ഥാന പാതകൾ, സ്റ്റേറ്റ് ഹൈവേസ്. സംസ്ഥാന ഹൈവേകൾ സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് സംസ്ഥാന ഹൈവേകൾ. സംസ്ഥാന ഹൈവേകളുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ്. കേരളത്തിലെ സ്റ്റേറ്റ് ഹൈവേ 1 SH1, സ്റ്റേറ്റ് ഹൈവേ 1 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മെയിൻ സെൻട്രൽ റോഡ്, MC റോഡ്. ഇനി SH1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കേശവദാസപുരം മുതൽ അങ്കമാലി വരെയാണ് കേട്ടോ. SH1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കേശവദാസപുരം തൊട്ട് അങ്കമാലി വരെയാണ്. ഇനി ജില്ലാ റോഡുകൾ, ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ജില്ലാ റോഡുകൾ. ജില്ലാ റോഡുകളുടെ പരിപാലന ചുമതല നിർവഹിക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളാണ്. മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കേരളമാണ്. എല്ലാ ഗ്രാമങ്ങളെയും, അതായത് മുഴുവൻ ഗ്രാമങ്ങളെയും, കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അപ്പൊ നമുക്കിനി റെയിൽ ഗതാഗതം നോക്കാട്ടോ. റെയിൽ ഗതാഗതം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? അതിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത് ആവി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെയാണ്. സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷമാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനമായി കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇതൊക്കെ നമുക്ക് ജനറലി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് വായിച്ചു പോകുന്നുള്ളൂ. ഇനി പിൽക്കാലത്ത് സാങ്കേതിക വികാസത്തിന്റെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇനി ഇന്ത്യയിൽ ആരാണ് റെയിൽ ഗതാഗതം തുടക്കം കുറിച്ചത്? റെയിൽ ഗതാഗതം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് അല്ലെ. അപ്പൊ അവരെന്തിനാണ് ഇവിടെ ഈ ഒരു റെയിൽവേ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും, നമ്മുടെ റോ മെറ്റീരിയൽസും റിസോഴ്സസ് ഒക്കെ കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷെ അത് കുറച്ചും കൂടി ഈസിയർ ആക്കാനാണ് ഇത് പോർട്ട് വരെ എത്തിക്കാൻ, ഈ നമ്മുടെ കോട്ടേജുകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നൊക്കെ ഇത് പോർട്ട് വരെ എത്തിക്കാനും ഈസിയർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് ഈ റെയിൽ ഗതാഗതം കൊണ്ടുവന്നത്. അപ്പൊ ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ഏതാണ്? ഇപ്പോഴത്തെ മുംബൈയിൽ, അതായത് പണ്ടത്തെ ബോംബെ മുതൽ താനെ വരെ 1853 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പം ബോംബെ മുതൽ താനെ വരെയാണ്, ബോംബെയുടെ ഇപ്പോഴത്തെ പേര് മുംബൈ. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത. ഇനി കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ഏതാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1861 കേട്ടോ. അപ്പൊ ഇത് രണ്ടും, ഈ ഫാക്ട് രണ്ടും പഠിച്ചിരിക്കുക. ഇനി റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗതാഗത മാർഗമാണ് റെയിൽവേ.
ഇന്ത്യൻ റെയിൽവേ മേഖലകളുടെ എണ്ണം എത്രയാണ്? 18 അല്ലെ? 17 കൺവെൻഷണൽ സോണുകളും ഒരു മെട്രോ സോണും ഉണ്ട്. ഇനി ഇവിടെ തന്നെ കൊങ്കൺ റെയിൽവേക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ റെയിൽവേയുടെ മറ്റ് സോണുകളിൽ നിന്ന് വ്യത്യസ്തമായി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് KRCL എന്ന പേരിൽ ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ടാണ് കൊങ്കൺ റെയിൽവേ പ്രവർത്തിക്കുന്നത്. സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റഡ് റെയിൽവേ ആയിട്ട്. അപ്പം അത് ഓർത്തിരിക്കുക. ഇനി ഏറ്റവും ഒടുവിൽ സ്ഥാപിതമായ റെയിൽവേ സോൺ ഏതാണ്? സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ്. 2019 അത് സ്ഥാപിതമായ വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ സ്ഥാപിതമായ റെയിൽവേ സോൺ സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ്. അതിന്റെ ആസ്ഥാനം വരുന്നത് വിശാഖപട്ടണമാണ്. ഇന്ത്യയിൽ ആദ്യ തീവണ്ടി ഓടിയത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 1853 ഏപ്രിൽ 16 ബോംബെ ടു താനെ വരെ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ബോറിബന്ദർ. ബോംബെയിലെ ബോറിബന്ദർ റെയിൽവേ സ്റ്റേഷൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തേത്. ഇനി ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി കേട്ടോ. റെയിൽപാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. ഇനി 2 റെയിൽപാളങ്ങൾ തമ്മിലുള്ള അകലം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഗേജ് എന്നുള്ള പേരിലാണ് 2 റെയിൽപാളങ്ങൾ തമ്മിലുള്ള അകലം അറിയപ്പെടുന്നത്. റെയിൽ ഗതാഗതത്തിലെ 3 തരം ഗേജുകൾ ഏതൊക്കെയാണ്? ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്. ഇന്ത്യയിൽ കൂടുതലായി ഉപയോഗത്തിലുള്ളത്, ഇതിൽ ബ്രോഡ് ഗേജ് പാതകളാണ് ഇന്ത്യയിൽ കൂടുതലായിട്ട് ഉപയോഗത്തിലുള്ളത്. PYQ ആണ്, മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പ്രവർത്തനം തുടരുന്ന ഏറ്റവും പഴയ ആവിയന്ത്രം ഏതാണ്? ഫെയറി ക്യൂൻ. ഫെയറി ക്യൂനാണ് പ്രവർത്തനം തുടരുന്ന ഏറ്റവും പഴയ ആവിയന്ത്രം. ഇന്ത്യൻ റെയിൽവേയുടെ കോച്ച് നിർമ്മാണ ഫാക്ടറികൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും 2 കോച്ച് നിർമ്മാണ ഫാക്ടറികളാണ് ഇന്ത്യയിലുള്ളത്. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി പെരമ്പൂർ, ചെന്നൈയിലെ പെരമ്പൂരിലുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയും അതുപോലെ തന്നെ കപൂർത്തലയിലുള്ള റെയിൽ കോച്ച് ഫാക്ടറിയും, അത് രണ്ടുമാണ് ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാന കോച്ച് നിർമ്മാണ ഫാക്ടറികൾ. ഇനി ഇന്ത്യൻ റെയിൽവേയുടെ ലോക്കോമോട്ടീവ് നിർമ്മാണ ഫാക്ടറികൾ, ലോക്കോമോട്ടീവ് എന്ന് പറയുമ്പോൾ എഞ്ചിൻ നിർമ്മാണ ഫാക്ടറികൾ ഏതൊക്കെയാണ്? ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ്, അതുപോലെ ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് വാരണാസിയിലെ. ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി ലോക്കോമോട്ടീവുകൾ നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? BHEL, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് അല്ലേ? ഇനി ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തീവണ്ടി തേജസ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന തീവണ്ടി വിവേക് എക്സ്പ്രസ് ആണ് കേട്ടോ. കന്യാകുമാരി മുതൽ അസമിലെ ദിബ്രുഗഡ് വരെ, ഇപ്പൊ സൗത്തിലെ കന്യാകുമാരി മുതൽ ദിബ്രുഗഡ് വരെ ഓടുന്ന വിവേക് എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന തീവണ്ടി. ഇനി ഇന്ത്യയിൽ സർവീസ് നടത്തി വരുന്ന സെമി ഹൈസ്പീഡ് ട്രെയിൻ വന്ദേ ഭാരത് ആണ്. അത് മുൻപ് ട്രെയിൻ 18 എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ട്രെയിൻ 18 എന്നാണ് ഇപ്പൊ നിലവിൽ അറിയപ്പെടുന്നത് വന്ദേ ഭാരത് എന്നാണ്. വന്ദേ ഭാരത് സർവീസ് തുടങ്ങിയത് 2019 ഫെബ്രുവരി 15 ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിലെ ഏറ്റവും അധികം പേർ ജോലി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ആപ്തവാക്യം രാഷ്ട്രത്തിന്റെ ജീവരേഖ എന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം. ദേശസാത്കരിച്ച വർഷം 1951. ഭാഗ്യമുദ്ര ഭോലു എന്ന ആനക്കുട്ടി. ഇന്ത്യൻ റെയിൽ മ്യൂസിയം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത് കേട്ടോ. എയ്ഡ്സ് ബോധവത്കരണത്തിനായി ഓടുന്ന തീവണ്ടി റെഡ് റിബൺ എക്സ്പ്രസ്. സാധാരണക്കാർക്കായുള്ള പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത തീവണ്ടി ഗരീബ് രഥ്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സർവീസ് നടത്തിയിരുന്ന തീവണ്ടികൾ സംജോത എക്സ്പ്രസ്, ഥാർ എക്സ്പ്രസ്. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ, ചോദിച്ചിട്ടുണ്ട് മുമ്പ്. സംജോത എക്സ്പ്രസും ഥാർ എക്സ്പ്രസും. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഓടുന്ന തീവണ്ടി മൈത്രി എക്സ്പ്രസ്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ 2017 ആരംഭിച്ച ട്രെയിൻ സർവീസ് ബന്ധൻ എക്സ്പ്രസ്. അത് മുമ്പ് അറിയപ്പെട്ടിരുന്നത് മൈത്രി എക്സ്പ്രസ് 2 എന്നായിരുന്നു. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ ചർച്ച് ഗേറ്റ് ആണ്. നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം ഡൽഹിയാണ് കേട്ടോ. അപ്പൊ ഈസ്റ്റേൺ റെയിൽവേ കൊൽക്കത്തയാണ്. പലരും നോർത്ത് ഈസ്റ്റ്, കഴിഞ്ഞ തവണ ഒരു എക്സാമിന് ഗുവാഹത്തി ഓപ്ഷനിലുണ്ടായിരുന്നു. അപ്പൊ പലരും ഈസ്റ്റേൺ റെയിൽവേ കണ്ടപ്പോൾ നോർത്ത് ഈസ്റ്റ് ആണോ എന്നുള്ളതിൽ ഗുവാഹത്തി തെറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗുവാഹത്തി അല്ല, നോർത്ത് ഈസ്റ്റ് അല്ല, ഇവിടെ ഈസ്റ്റേൺ റെയിൽവേ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കൊൽക്കത്തയാണ് കറക്റ്റ് വരുന്നത് കേട്ടോ. ഇനി വെസ്റ്റേൺ റെയിൽവേ മുംബൈ, നോർത്തേൺ റെയിൽവേ ഡൽഹി. കേരളം ഉൾപ്പെടുന്ന റെയിൽവേ സോൺ ഏതാണ്? ദക്ഷിണ റെയിൽവേ ആണ്, സദേൺ റെയിൽവേ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ. കേരളത്തിൽ ട്രെയിൻ ഗതാഗതം തുടങ്ങിയത് 1861 മാർച്ച് 16 ഓർത്തിരിക്കുക. ഇനി കൊങ്കൺ റെയിൽവേ മഹാരാഷ്ട്രയിലെ റോഹ മുതൽ മംഗലാപുരം വരെ 760 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കൊങ്കൺ റെയിൽവേ. കൊങ്കൺ റെയിൽവേയിലൂടെ യാത്രാ തീവണ്ടി ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ കൊങ്കൺ റെയിൽവേ പാതയിലൂടെ യാത്രാ തീവണ്ടി ഉദ്ഘാടനം ചെയ്തത് 1998 ജനുവരി 26 കേട്ടോ. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം നവി മുംബൈയിലെ ഭേലാപൂർ ഭവനാണ്. ഇനി
മെട്രോ റെയിലിനെ പറ്റി പറയുമ്പം വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട്. ഇന്ത്യയിലെ ആദ്യ മെട്രോ റെയിൽ ആരംഭിച്ച നഗരം എവിടെയാണ്? കൊൽക്കത്തയിലാണ് 1984. രണ്ടാമത് ഡൽഹിയിലാണ് 2002. ഇനി ഡൽഹി മെട്രോയുടെ ചെയർമാനായി പ്രവർത്തിച്ച മലയാളി ഇ ശ്രീധരൻ. ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്നതും ഇ ശ്രീധരനാണ് കേട്ടോ. ഇന്ത്യയിലെ മൂന്നാമത്തെയും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതുമായ മെട്രോ റെയിൽ സർവീസ് ബംഗളൂരുവിൽ 2011 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇനി കൊച്ചി മെട്രോ 2017 ജൂൺ 17 അത് ഉദ്ഘാടനം ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇനി കൊച്ചി മെട്രോയുടെ ചിഹ്നം എന്താണ്? മിലു. ചിറകുള്ള ഒരു നീല കുട്ടിയാനയാണ് കൊച്ചി മെട്രോയുടെ ചിഹ്നം, മിലു. ഇനി ആകെ എത്ര സ്റ്റേഷനുകളുണ്ട്? 25 സ്റ്റേഷനുകളാണ് കൊച്ചി മെട്രോയ്ക്ക് ഉള്ളത്. അതിന്റെ നിർമ്മാണ സമയത്തും ആരായിരുന്നു മുഖ്യ ഉപദേശകൻ? ഇ ശ്രീധരൻ. നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന ഏജൻസി DMRC ആണ്, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ജലഗതാഗതം നോക്കാം കേട്ടോ. അപ്പൊ ജലഗതാഗതത്തിൽ ഈ ഒരു എക്സ്റ്റൻഡഡ് റീഡിംഗ് പാർട്ടിൽ പറയുന്നതിൽ ഇവിടെ പറയുന്നുണ്ട് മെസപ്പൊട്ടോമിയൻ കാലഘട്ടത്തിൽ ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പൊ അന്നേ തൊട്ടേ ഈ വാട്ടർ ട്രാൻസ്പോർട്ട് പ്രിവലന്റ് ആയിരുന്നു. ചരക്കു നീക്കത്തിനും സഞ്ചാരത്തിനും ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനി ഇവിടെ സിന്ധു നദീതട സംസ്കാര കേന്ദ്രത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഹാരപ്പൻ സിവിലൈസേഷനിൽ ഗുജറാത്തിലെ ലോഥലിൽ അവിടെ ഒരു ഡോക്യാർഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോക്യാർഡിന്റെ അവശിഷ്ടങ്ങൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്, കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ. അപ്പം ഈ ഹാരപ്പൻ സിവിലൈസേഷനിൽ ആ സമയത്തും ഈ പറഞ്ഞ പോലെ കപ്പലുകളും ആ കപ്പൽ വഴിയുള്ള യാത്രകളും ഒക്കെ പ്രിവലന്റ് ആയിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അത്. അതുപോലെ അവിടെയുള്ള സീലുകളിലൊക്കെ ഈ പറഞ്ഞ ചില മുദ്രകളിലൊക്കെ കപ്പലിന്റെ ആ ഒരു രൂപങ്ങൾ, ബോട്ടിന്റെയും കപ്പലിന്റെ ഒക്കെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ സ്ഥലം ഓർത്തിരിക്കുക, എവിടെയാണ്? ഗുജറാത്തിലെ ലോഥലിൽ കേട്ടോ. ഇനി ജലഗതാഗതത്തെ ഉൾനാടൻ ജലഗതാഗതം, ഇൻലാൻഡ് വാട്ടർവേ എന്ന് പറയല്ലോ, അതുപോലെ സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത്. പിൽക്കാലത്ത് ഇതിനായി കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. ഇന്ത്യയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായി യൂറോപ്യർ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകി. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചിരുന്നത്. ക്രമേണ ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്കായി കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാൽ, പാർവതി പുത്തനാർ തുടങ്ങിയവ. അപ്പൊ ഏതൊക്കെയാണ്? ഈ രണ്ടും പ്രധാനപ്പെട്ടതാണ്, കനോലി കനാലും പാർവതി പുത്തനാറും. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകൾ ഉണ്ട്. അപ്പം ഓക്കെ, ഈ പോയിന്റ് കിഴക്കിന്റെ വെനീസ് ഏതാന്ന് മുൻപ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണെന്നും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇവിടെ കനോലി കനാല്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാത കനോലി കനാൽ എന്നറിയപ്പെട്ടു. അപ്പം എവിടെ തൊട്ടാണ്? കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ, പിന്നെ പൊന്നാനിയും ചാവക്കാടും കൂടെ കൂട്ടിച്ചേർത്തു. അങ്ങനെ HV കനോലി, അന്നത്തെ മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു കനോലി കനാൽ നിർമ്മിക്കുന്നത്. ഇനി പാർവതി പുത്തനാറ്, തിരുവനന്തപുരം ജില്ലയിലെ വേളി കഠിനംകുളം, ഏതാണ്? വേളി മുതൽ കഠിനംകുളം വരെയുള്ള ആ കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാറ് കേട്ടോ. ഇനി ജലഗതാഗതം വൻതോതിലുള്ള ചരക്കു നീക്കത്തിന് ആശ്രയിക്കാവുന്നതും ഏറ്റവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. രണ്ടു തരം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഉൾനാടൻ ജലഗതാഗതം, അതുപോലെ തന്നെ സമുദ്ര ജലഗതാഗതം. ഇനി ഉൾനാടൻ ജലഗതാഗതം എങ്ങനെയാണെന്ന് നോക്കാട്ടോ. ഉൾനാടൻ ജലഗതാഗതത്തിനായി നദികൾ, കായലുകൾ, കനാലുകൾ തുടങ്ങിയ ഉൾനാടൻ ജലാശയങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്ന ജലാശയങ്ങൾ ഏതൊക്കെയാണ്? ഗംഗയും ബ്രഹ്മപുത്രയും അവയുടെ പോഷക നദികളും, ഗോദാവരിയും കൃഷ്ണയും അവയുടെ പോഷക നദികളും, ആന്ധ്രാപ്രദേശ് തമിഴ്നാട് മേഖലയിലെ ബക്കിംഗ്ഹാം കനാല്, ഗോവയിലെ മണ്ടോവി, സുവാരി നദികൾ, കേരളത്തിലെ കായലുകൾ. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന ഇൻലാൻഡ് വാട്ടർവേസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ. ഇനി ഇന്ത്യൻ ഉൾനാട ജലഗതാഗത അതോറിറ്റി രൂപവത്കൃതമായത് 1986 ഒക്ടോബർ 27 അപ്പം ഇൻലാൻഡ് വാട്ടർവേ അതോറിറ്റി അല്ലെ, ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റി രൂപവത്കരിച്ചത് എന്നാണ്? 1986 ഒക്ടോബർ 27 അതിന്റെ ആസ്ഥാനം വരുന്നത് ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് കേട്ടോ. ദേശീയ ജലപാതകൾ, നാഷണൽ വാട്ടർവേസ്.
മിക്കവാറും സ്ഥിരമായിട്ടും ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടും നമ്മളോട് കേരള PSC ചോദിച്ചിട്ടുള്ളത് നാഷണൽ വാട്ടർവേ 3 ആണ്. കാരണം എന്താ വെച്ചാൽ അത് കേരളത്തിലാണ് അല്ലെ. അപ്പൊ കൊല്ലം കോട്ടപ്പുറം വരെ ആയിരുന്നു ആദ്യം, ഇപ്പൊ കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആയിരുന്നു പണ്ട്, ഇപ്പൊ കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഏത് നദി അല്ലെങ്കിൽ കനാലിലാണ് വരുന്നത്? വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത്. 365 കിലോമീറ്റർ ആണ് നിലവിലെ നീളം. അപ്പം NW3 നാഷണൽ വാട്ടർവേ 3 എന്തായാലും മറക്കാണ്ട് പഠിച്ചിരിക്കുക. ഇനി നാഷണൽ വാട്ടർവേ 1 ദേശീയ ജലപാത 1 ഏതാണ്? അലഹബാദ്, പ്രയാഗ്രാജ് മുതൽ ഹൽദിയ വരെയുള്ളത്. ഏത് നദിയിലാണ്? ഗംഗ, ഭാഗീരഥി, ഹൂഗ്ലി നദികളിലൂടെയാണ് അത് പോകുന്നത്. ആകെ നീളം 1620 കിലോമീറ്റർ ആണ്. നാഷണൽ വാട്ടർവേ 2 വരുന്നത് സാദിയ ദുബ്രിയിലാണ്, ബ്രഹ്മപുത്ര നദിയിലാണ്. 891 കിലോമീറ്റർ ആണ്. നാഷണൽ വാട്ടർവേ 3 നമ്മൾ പറഞ്ഞല്ലോ. ഇനി 4 വരുന്നത് കാക്കിനാട പുതുച്ചേരിയാണ്. ഗോദാവരി, കൃഷ്ണ നദികളിലാണുള്ളത്. 2890 കിലോമീറ്റർ ആണ് ആകെ നീളം വരുന്നത്. നാഷണൽ വാട്ടർവേ 5 വരുന്നത് താൽച്ചർ ധാംറ, ബ്രാഹ്മണി മഹാനദി റിവേഴ്സിലാണ് വരുന്നത്. 623 കിലോമീറ്റർ ആണ് നീളം വരുന്നത്. ഇനി നാഷണൽ വാട്ടർവേ 6 ലാഖിപൂർ ഭംഗ വരെയാണ്. ബറാക്ക് നദിയിലാണ് അത് വരുന്നത്. 71 കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പൊ ഇത് ഈ ആദ്യത്തെ 5 എണ്ണെങ്കിലും നല്ല രീതിയിൽ ബൈഹാർട്ട് പഠിച്ചു വെക്കാം. ഇനി സമുദ്രജല ഗതാഗതം. ഇന്ത്യയിലെ ആകെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം 12 ആണ്. അപ്പൊ ഇന്ത്യയിൽ ആകെ 12 മേജർ തുറമുഖങ്ങളുണ്ട്. മേജർ തുറമുഖങ്ങൾക്ക് പുറമെ ഇന്ത്യയിൽ ഏകദേശം 200 മൈനർ ചെറുകിട തുറമുഖങ്ങളും നിലവിലുണ്ട്. അപ്പൊ 200 മൈനർ തുറമുഖങ്ങളും 12 മേജർ തുറമുഖങ്ങളും ഇന്ത്യയിലുണ്ട്. 200ഓളം മൈനർ തുറമുഖങ്ങളിൽ ചരക്കു നീക്കം നടക്കുന്നത് ഏകദേശം 65 തുറമുഖങ്ങളിൽ മാത്രമാണ്. ബാക്കിയുള്ളവ പ്രധാനമായും മത്സ്യബന്ധനത്തിനും യാത്രാ സൗകര്യങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇന്ത്യയിൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 9 സംസ്ഥാനങ്ങളിലാണ് കടൽ തീരമുള്ളത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഈ എണ്ണം ഓർത്തിരിക്കുക, 9 സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ കടൽ തീരമുള്ളത്. ഇനി ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ പോർട്ടുകൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. 3 മേജർ തുറമുഖങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. ഇനി വിഒ ചിദംബരനാർ പോർട്ട് അറിയപ്പെടുന്നത് തൂത്തുക്കുടി തുറമുഖം എന്നാണ്. അപ്പൊ തൂത്തുക്കുടി തുറമുഖം എന്നറിയപ്പെടുന്നത് വിഒ ചിദംബരനാർ പോർട്ടാണ് കേട്ടോ. ഇനി കാമരാജാർ പോർട്ട് എന്നറിയപ്പെടുന്നത് എണ്ണൂർ തുറമുഖമാണ്. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണം തുറമുഖം കേട്ടോ. അപ്പം ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം ഏതാണ്? വിശാഖപട്ടണം തുറമുഖം. ഇന്ത്യയിലെ നദീജന്യ തുറമുഖം ഏതാ? കൊൽക്കത്ത തുറമുഖം. ഇത് ഓർത്തിരിക്കുക കേട്ടോ, ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ നദീജന്യ തുറമുഖം കൊൽക്കത്ത തുറമുഖമാണ്. ഇനി കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ഹൂഗ്ലി നദീ തീരത്താണ് കേട്ടോ. 2008 ജൂലൈയിൽ പ്രവർത്തനം ആരംഭിച്ച ആന്ധ്രാപ്രദേശിലെ സ്വകാര്യ തുറമുഖം ഏതാണ്? കൃഷ്ണപട്ടണം തുറമുഖം. അപ്പൊ 2008 ജൂലൈയിൽ പ്രവർത്തനം ആരംഭിച്ച ആന്ധ്രാപ്രദേശിലെ സ്വകാര്യ തുറമുഖം കൃഷ്ണപട്ടണം തുറമുഖം. ഇനി വിശാഖപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന കപ്പൽ നിർമ്മാണ കേന്ദ്രം ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ഇനി പാക് കടലിടുക്ക് വഴി ഗൾഫ് ഓഫ് മന്നാറിനെയും ബംഗാൾ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന കനാൽ പദ്ധതി സേതുസമുദ്രം കപ്പൽ കനാൽ പദ്ധതിയാണ് കേട്ടോ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിലെ എവിടെയാണ്? വിഴിഞ്ഞത്താണ്. ഇത് ഓർത്തിരിക്കണേ, വിഴിഞ്ഞത്താണ് ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇന്ത്യയിലെ തുറമുഖങ്ങളെ ആധുനികീകരിക്കുന്നതിനും പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സാഗർമാല പദ്ധതി റീസെന്റ് കുറെ ഇങ്ങനെ കറണ്ട് അഫയേഴ്സിലൊക്കെ വരുന്നതാണ്. അപ്പോൾ സാഗർമാല പദ്ധതി ഒന്ന് ഓർത്തിരിക്കുക, അതിനെപ്പറ്റി കുറച്ചൊന്ന് വായിച്ചിരിക്കുക കേട്ടോ. ഇനി ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം ഗുജറാത്തിലെ പിപ്പാവാവ് തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖം. ഇന്ത്യയിലെ വേലിയേറ്റ തുറമുഖം ടൈഡൽ പോർട്ട് എന്ന് പറയും. ഗുജറാത്തിലെ കാണ്ട്ല തുറമുഖമാണ്. നിലവിലെ പേര് ദീൻദയാൽ പോർട്ട് എന്നാണ് കേട്ടോ. കാണ്ട്ല പോർട്ടിന്റെ നിലവിലെ പേര് ദീൻദയാൽ പോർട്ട് എന്നാണ്. ഇന്ദിര, പ്രിൻസ്, വിക്ടോറിയ എന്നീ ഡോക്കുകൾ മുംബൈ തുറമുഖത്തിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ ഇന്ദിര, പ്രിൻസ്, വിക്ടോറിയ എന്നീ ഡോക്കുകൾ ഏത് തുറമുഖത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ മുംബൈ തുറമുഖത്തിന്റെ ഭാഗങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ തുറമുഖം ഏതാണ്? ജവഹർലാൽ നെഹ്റു തുറമുഖം, നവശേവ തുറമുഖം എന്നും അറിയപ്പെടും. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള പ്രധാന തുറമുഖമാണ് തൂത്തുക്കുടി, വിഒ ചിദംബരനാർ തുറമുഖം എന്നും അറിയപ്പെടുന്നു പറഞ്ഞില്ലേ. ഇനി ഇന്ത്യയിലെ പരിസ്ഥിതി സൗഹൃദ എക്കോ ഫ്രണ്ട്ലി തുറമുഖമാണ് തമിഴ്നാട്ടിലെ എണ്ണൂർ കാമരാജാർ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ തുറമുഖം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം തുറമുഖമാണ്. ഒഡീഷയിലെ പ്രധാന മേജർ തുറമുഖമാണ് പാരാദ്വീപ് തുറമുഖം. കൃത്രിമ പവിഴപ്പുറ്റുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം അത് പാരാദ്വീപ് തുറമുഖമാണ് കേട്ടോ. അപ്പൊ പാരാദ്വീപ് തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണെന്നും കൂടെ ഓർത്തിരിക്കാം. ഇനി ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളും ഏത് സംസ്ഥാനത്താണ്
അവയുള്ളതെന്നും. അപ്പം പടിഞ്ഞാറൻ തീരത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ് ദീൻ ദയാൽ കാണ്ട്ല പോർട്ട്, നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, ഗുജറാത്തിലാണ്. ഇനി മുംബൈ തുറമുഖം മഹാരാഷ്ട്ര, ജവഹർലാൽ നെഹ്റു നവശേവ തുറമുഖം മഹാരാഷ്ട്ര, മോർമുഗാവ് തുറമുഖം ഗോവ, ന്യൂ മംഗളൂരു തുറമുഖം കർണാടക, കൊച്ചി തുറമുഖം കേരളം. ഇനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളം, പുതിയ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് ഓർത്തിരിക്കുക കേട്ടോ. ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം വിഴിഞ്ഞം. ഇനി മുണ്ട്ര തുറമുഖം, അത് ഗുജറാത്തിലെ സ്വകാര്യ തുറമുഖമാണ്, മേജർ പോർട്ട് അല്ല കേട്ടോ. ഇനി കിഴക്കൻ തീരത്ത് ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തുള്ളത് ഏതൊക്കെയാണ്? വിയോ ചിദംബരനാർ തൂത്തുക്കുടി തുറമുഖം തമിഴ്നാട്ടില്. ഇനി കാമരാജാർ അല്ലെങ്കിൽ എണ്ണൂർ തുറമുഖം എന്നറിയപ്പെടുന്നത് തമിഴ്നാട്ടിൽ തന്നെ. ചെന്നൈ തുറമുഖം തമിഴ്നാട്, വിശാഖപട്ടണം തുറമുഖം ആന്ധ്രാപ്രദേശ്, പാരദ്വീപ് തുറമുഖം ഒഡീഷ, ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം, അതിനെ തന്നെ കൊൽക്കത്ത ഹൽദിയ തുറമുഖം എന്ന് അറിയപ്പെടും, പശ്ചിമ ബംഗാളിൽ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മേജർ പോർട്ടുകൾ അത് ഇവിടെ മാപ്പിൽ ലൊക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ സ്റ്റേറ്റ്സിലാണെന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇമേജ് മനസ്സിലാക്കി പഠിച്ചാൽ കുറച്ചും കൂടെ മൈൻഡിൽ നിൽക്കും, ഏതൊക്കെ എവിടെയാണെന്നുള്ളത് ഇങ്ങനെ നോക്കി പഠിക്കുക കേട്ടോ. ഇനി കേരളത്തിലെ ജലഗതാഗതം. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ 1989 രൂപവത്കരിച്ചത്. കേരളത്തിൽ ഒരു വൻകിട തുറമുഖം, അതായത് ഒരു മേജർ തുറമുഖവും 17 ചെറുകിട തുറമുഖങ്ങളും ഉണ്ട്. അപ്പൊ മൊത്തം 18 എണ്ണം ഉണ്ട്. ഇനി പ്രത്യേക സാമ്പത്തിക മേഖലയിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ, അതാണ് SEZ. അപ്പം പ്രത്യേക സാമ്പത്തിക മേഖലയിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യ കണ്ടെയ്നർ ടെർമിനൽ വല്ലാർപാടം അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ആണ്, ICTT ആണ്. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് 2010 സ്ഥാപിതമായി. അതിന്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ്? നീണ്ടകരയിലാണ് കേട്ടോ. കേരളത്തിൽ നിർമ്മിച്ച പുതിയ അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതല അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോണിനാണ്. വൻ കണ്ടെയ്നർ കപ്പൽ ആദ്യമായി സ്വീകരിച്ച ഇന്ത്യൻ തുറമുഖം കൊച്ചി തുറമുഖമാണ്. ഇനി കൊച്ചി തുറമുഖത്തിനെ ബന്ധപ്പെട്ട ചില പ്രധാന വസ്തുതകളാണ് കേട്ടോ പറയുന്നത്. കേരളത്തിലെ ഏക മേജർ തുറമുഖമാണ് കൊച്ചി തുറമുഖം. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന തുറമുഖം കൊച്ചി തുറമുഖമാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടിയാണ്. ഇന്ത്യയിലെ ആദ്യ തുറമുഖം കൊച്ചി തുറമുഖമാണ്. അതുപോലെ AD 1341 പെരിയാറിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് കൊച്ചി തുറമുഖം രൂപം കൊണ്ടത്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ ട്ടോ. ഇനി കൊച്ചി തുറമുഖത്ത് പ്രവേശിച്ച ആദ്യ കപ്പൽ ബോംബെ സിറ്റി നാവിഗേഷൻ കമ്പനിയുടെ SS പത്മയാണ്. പ്രവേശിച്ച തീയതി 1928 മെയ് 26. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ഒന്ന് അറിഞ്ഞിരുന്നു. ഇനി അതിന്റെ കപ്പിത്താനായിരുന്നത് ക്യാപ്റ്റൻ ബുള്ളൻ ആണ്. ഇനി 1936 ഓഗസ്റ്റ് 1 കൊച്ചി തുറമുഖത്തിന് മേജർ തുറമുഖ പദവി ലഭിച്ചു. 1964 ഫെബ്രുവരി 24 കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് സ്ഥാപിക്കപ്പെട്ടു. കൊച്ചി തുറമുഖത്തിന്റെ ആഴം കൂട്ടാനായി നീക്കം ചെയ്ത മണ്ണ് നിക്ഷേപിച്ച് രൂപം നൽകിയ ദ്വീപാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. ഇത് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്, പ്രധാനപ്പെട്ടതാണ് കേട്ടോ. വെല്ലിംഗ്ടൺ ഐലൻഡ് കൊച്ചി തുറമുഖത്തിന്റെ ആഴം കൂട്ടാനായിട്ട് നീക്കം ചെയ്ത മണ്ണ് നിക്ഷേപിച്ച് രൂപം നൽകിയ ദ്വീപാണ് വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്തത് വ്യോമഗതാഗതം ആണ് അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന വിമാനത്തിന്റെ ആദ്യ രൂപം എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ ഇങ്ങനെ വിമാനം നിർമ്മിച്ചത് ആദ്യമായിട്ട് ആരാണ്? റൈറ്റ് ബ്രദേഴ്സ് ആണ് അല്ലെ. അമേരിക്കക്കാരായിട്ടുള്ള റൈറ്റ് ബ്രദേഴ്സ് ആണ്, ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും. അവർ നിർമ്മിച്ച വിമാനത്തിന്റെ പേര് ഫ്ലയർ 1 എന്നായിരുന്നു കേട്ടോ. അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ 17 ഫ്ലയർ 1 പറന്നുയർന്നത്. പിന്നെ അതിനുശേഷം മനുഷ്യരെന്താണ് പിന്നീട് ഹെലികോപ്റ്ററുകളും ജെറ്റ് വിമാനങ്ങളും യാത്രാ വിമാനങ്ങളും സൂപ്പർ സോണിക് വിമാനങ്ങളും ഒക്കെ നിർമ്മിക്കാൻ തുടങ്ങി അല്ലെ. അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ഡെവലപ്പായി. ഇനി ഇന്ത്യയിലെ വ്യോമഗതാഗതത്തിനെ പറ്റി പറയുമ്പോൾ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയായിരുന്നു ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സർവീസ് നടക്കുന്നത് എവിടെയാണ്? കറാച്ചി മുതൽ മുംബൈ വരെ. ആരാണ്? ഏത് കമ്പനിയാണ്? ടാറ്റ എയർലൈൻസ് ആണ് കേട്ടോ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലുള്ള ജുഹുവിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ട് മുംബൈയിലെ ജുഹുവിലാണെന്ന് ഓർത്തിരിക്കുക. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ എന്ന് മാറിയിരിക്കുന്നു. ഇനി ഇന്ത്യയിലെ വ്യോമഗതാഗതം നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, AAI ആണ് കേട്ടോ. അതിന്റെ ആസ്ഥാനം രാജീവ് ഗാന്ധി ഭവനാണ്, ന്യൂഡൽഹി. നിലവിൽ വന്നത് 1994 ഇന്ത്യൻ വ്യോമഗതാഗതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് JRD ടാറ്റയാണ്. ആദ്യമായി പൈലറ്റ് ലൈസൻസ് നേടിയ ഇന്ത്യക്കാരൻ അതും ആരാണ്? JRD ടാറ്റയാണ്.
പൈലറ്റ് ലൈസൻസ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഊർമിള കെ പരീഖാണ്. ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനി ഏതായിരുന്നു? ടാറ്റ എയർലൈൻസ് അല്ലെ. 1932 ടാറ്റ എയർലൈൻസ് സ്ഥാപിച്ചത് JRD ടാറ്റയാണ്. ടാറ്റ എയർലൈൻസിന്റെ ആദ്യ സർവീസ് കറാച്ചി ചെന്നൈ റൂട്ടിലായിരുന്നു. ടാറ്റ എയർലൈൻസിന്റെ ആദ്യ സർവീസിൽ കറാച്ചി മുതൽ മുംബൈ വരെ വിമാനം പറത്തിയത് JRD ടാറ്റയാണ്. ഇന്ത്യൻ വ്യോമയാന രംഗം ദേശസാത്കരിച്ചത്, നാഷണലൈസ് ചെയ്തത് എപ്പോഴാണ്? 1953 ഓഗസ്റ്റ് 1-നാണ്. എയർ ഇന്ത്യ 1948 മാർച്ച് 8-ന് നിലവിൽ വന്നു. എയർ ഇന്ത്യയുടെ ആദ്യ അന്താരാഷ്ട്ര സർവീസ് 1948 ജൂൺ 8-ന് ബോംബെ മുതൽ ലണ്ടൻ വരെ, ബോംബെ ലണ്ടൻ റൂട്ടിൽ ആരംഭിച്ചു. എയർ ഇന്ത്യ ആദ്യമായി ജെറ്റ് വിമാന സർവീസ് ആരംഭിച്ചത് എപ്പോഴാണ്? 1960-ലാണ്. എയർ ഇന്ത്യയുടെ ആദ്യ ജെറ്റ് വിമാനത്തിന്റെ പേര് നന്ദാദേവി ട്ടോ. എയർ ഇന്ത്യയുടെ ആഭ്യന്തര സർവീസുകൾ നടത്തുന്നതിനായി സ്ഥാപിച്ച സഹസ്ഥാപനമാണ് ഇന്ത്യൻ എയർലൈൻസ്. 2007-ൽ എയർ ഇന്ത്യയിൽ ലയിപ്പിച്ചു. അപ്പം പിന്നീട് 2007-ൽ ഇന്ത്യൻ എയർലൈൻസ് എന്ത് ചെയ്തു? എയർ ഇന്ത്യയിൽ മെർജ് ചെയ്തു. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനി ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ആണ്. ഇന്ത്യയിലെ ആദ്യ ബജറ്റ് എയർലൈൻസ് എയർ ഡെക്കാൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ജൈവ ഇന്ധനം ഉപയോഗിച്ച വിമാന കമ്പനി സ്പൈസ് ജെറ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്, 5. പിന്നെ രണ്ടാമത് നിൽക്കുന്നത് കേരളവും തമിഴ്നാടുമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും 4 വീതം ഉണ്ട് കേട്ടോ. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം ലഡാക്കിലെ ലേയിൽ സ്ഥിതി ചെയ്യുന്ന കുഷോക് ബാക്കുള റിൻപോച്ചെ വിമാനത്താവളമാണ് കേട്ടോ. കുഷോക് ബാക്കുള റിൻപോച്ചെ. ഇനി കേരളത്തിലെ വിമാനത്താവളങ്ങളെ പറ്റി പറയുമ്പം കേരളത്തിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലേ. ഒന്ന് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട്, പിന്നെ കൊച്ചി സിയാല് അല്ലെ, നെടുമ്പാശ്ശേരി എറണാകുളത്ത്, പിന്നെ കരിപ്പൂർ കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം മലപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം ആണെങ്കിലും നമ്മളെവിടെയാണ്? കോഴിക്കോടല്ല, മലപ്പുറത്താണ് വിമാനത്താവളം ഉള്ളത് കേട്ടോ. ഇനി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ണൂരാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ചുമതല സിയാല്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനാണ്. ഇനി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ചുമതല കിയാല്, കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനാണ്. കേരളത്തിൽ സ്ഥാപിതമായ ആദ്യ വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളമാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി ലഭിച്ചത് 1991 ജനുവരി 1-നാണ്. കേരളത്തിലെ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? ഏറ്റവും അവസാനം നിലവിൽ വന്നത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അത് ഉദ്ഘാടനം ചെയ്തത് 2018 ഡിസംബർ 9. അപ്പൊ ഏറ്റവും അവസാനം കേരളത്തിൽ നിലവിൽ വന്നത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഇനി ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം ഏതാണ്? സിയാല് അല്ലെ, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. അപ്പം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫുള്ളി സോളാർ എക്യുപ്ഡ് ആയിട്ടുള്ളത്. ഇനി പൊതു സ്വകാര്യ പങ്കാളിത്തം PPP എന്ന് പറയും. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഉദ്ഘാടനം ചെയ്തത് മെയ് 25, 1999-ലാണ്. കേരളത്തിലെ മൂന്നാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായ കരിപ്പൂർ വിമാനത്താവളം മലപ്പുറം ജില്ലയിലാണ്. കാലിക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് കേട്ടോ. കാലിക്കറ്റ് വിമാനത്താവളം ആണെങ്കിലും മലപ്പുറത്താണ്. ഇനി 2006 ഫെബ്രുവരിയിലാണ് കരിപ്പൂർ വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി ലഭിച്ചത്. ഇനി ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ. എന്താണ് ഈ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ? ഗ്രീൻഫീൽഡ് അതുപോലെ ബ്രൗൺഫീൽഡ് എയർപോർട്ട് എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ബ്രൗൺഫീൽഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്താണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവത്തിനെ നമ്മൾ റീബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവത്തിനെ വീണ്ടും ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതാണ് ബ്രൗൺ ഫീൽഡ് എന്ന് പറയുന്നത്. ഗ്രീൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങൾക്ക് കാര്യമായ നാശനഷ്ടം വരുത്താതെ ഉപയോഗശൂന്യമായ ഭൂമിയോ പുൽമേടുകളോ ഉപയോഗിച്ച് പുതുതായിട്ട് നിർമ്മിക്കുന്ന വിമാനത്താവളങ്ങളാണ് ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ. അപ്പം അവിടെ അതായത് പ്രകൃതിക്കൊന്നും വലിയ നാശനഷ്ടം വരുത്താതെ പുതുതായിട്ട് നിർമ്മിക്കുന്നത്. ഇനി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവത്തിനെ ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ബ്രൗൺ ഫീൽഡ്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തം PPP മാതൃകയിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഗതാഗതം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഓൾമോസ്റ്റ് മേജർ പോയിന്റ്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് PYQs കൂടെ നോക്കാം കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതാണ്? നവി മുംബൈ വിമാനത്താവളമാണല്ലോ. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, നവി മുംബൈ വിമാനത്താവളം. ഇനി കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതാണ്? വയനാടും ഇടുക്കിയുമാണ്. ഇത് രണ്ടും മലമ്പ്രദേശമാണല്ലേ അല്ലെ, മലനാടല്ലേ വരുന്നത്. അപ്പം ഹില്ലി ഏരിയാസ് ആയതുകൊണ്ട് അവിടെയാണ് റെയിൽവേ ലൈൻ ഇല്ലാത്തത് എന്നുള്ള ലോജിക്കും കൂടെ ആലോചിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ B ആണ് വയനാട് ഇടുക്കി.
ഇനി ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാവുകയും ചെയ്യുന്നു. ഇതിൽ ദേശീയ ജലപാത 5 നാഷണൽ വാട്ടർവേ 5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ ഏതാണ്? ബ്രാഹ്മണി മഹാനദി ഡെൽറ്റയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖമാണ് മുംബൈ. ശരിയാണല്ലേ? വെസ്റ്റേൺ കോസ്റ്റിലാണ്, ഇപ്പുറത്തെ സൈഡിലാണ് വരുന്നത് അല്ലേ? ഇനി ഒരു നദീജന്യ തുറമുഖത്തിന് ഉദാഹരണമാണ് കൊൽക്കത്ത. അതും ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിശാഖപട്ടണമാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖമാണ് കണ്ട്ല. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ഇതാണ് ആൻസർ വരുന്നത്. കണ്ട്ല എവിടെയാണ് വരുന്നത്? ഗുജറാത്തിലാണ്, ഇപ്പുറത്തെ സൈഡിലാണ് അല്ലേ? അപ്പൊ കിഴക്കൻ തീരത്താണോ? അല്ല, പടിഞ്ഞാറൻ തീരത്താണ് വരുന്നത്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ഇനി ചുവടെ നൽകിയിരിക്കുന്നവയിൽ കേരളത്തിൽ കൂടി കടന്നു പോകാത്ത ദേശീയപാത ഏതാണ്? ഓപ്ഷൻ ഡി 130C ആണ് വരുന്നത്. അപ്പോൾ 130C പറയുന്നത് ഛത്തീസ്ഗഡ് ടു ഒഡീഷ പോകുന്ന നാഷണൽ ഹൈവേ ആണ് കേട്ടോ. ഇനി ദേശീയ ജലപാത 3ന്റെ ആകെ ദൈർഘ്യം. അപ്പം നാഷണൽ വാട്ടർവേ 3യുടെ ആകെ ദൈർഘ്യം ഇത് ചോദിക്കുന്ന സമയത്ത് 205 ആയിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, കൊല്ലം ടു കോട്ടപ്പുറം എന്നുള്ളത് മാറ്റി എവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു? കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. അപ്പൊ നിലവിൽ 365 ആണ് കേട്ടോ. 365. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. NH44 ആണ്. NH44ന്റെ പഴയ പേര് NH7 ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഏതാണ്? ഞാൻ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. ഇനി വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ല ഏതാ? വയനാടാണ് അല്ലേ? വയനാടും ഇടുക്കിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇവിടെ വയനാടാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ 3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. കേരള ആണ്. നാഷണൽ വാട്ടർവേ 3 മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം. ഇതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. പെട്ടെന്ന് ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ചോദ്യമായിരുന്നു. പക്ഷെ എന്നാലും ഉത്തരം അറിഞ്ഞിരിക്കാം. 146 ആണ് കേട്ടോ. അതുപോലെ 91 ടണലുകളാണ് ഈ പറയുന്ന കൊങ്കൺ റൂട്ടിനുള്ളത്. അപ്പോൾ കൊങ്കൺ റെയിൽവേ പാത പിന്നിടുന്ന നദികളുടെ എണ്ണം 146. ഇനി ടണലുകളാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ കൊങ്കൺ റെയിൽവേയിൽ 91 ടണലുകൾ ഉണ്ട്. അതുപോലെ 2000-ൽ കൂടുതൽ പാലങ്ങളും വരുന്നുണ്ട്. 2000-ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ ഏകദേശം 2286ഓളം പാലങ്ങൾ കൊങ്കൺ റെയിൽവേയുടെ ഭാഗമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എക്സാക്ട്ലി 146 നദികളും അതുപോലെ 2000-ൽ കൂടുതൽ പാലങ്ങളും ഉണ്ടെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ക്വയറീസോ ഫീഡ്ബാക്സോ ഡൗട്ട്സോ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ PDF കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ PDF വേണ്ടവർ ടെലിഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.